പ്രിയപ്പെട്ട കൂട്ടുകാരെ, സീറോ ഷാഡോ ഡേ, നിഴലില്ലാത്ത ദിവസം ഇതാ നമ്മുടെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകേണ്ട സമയമാണിത്. എന്താണ് നിഴലില്ലാത്ത ദിനമെന്നും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നമുക്കിനി ചെയ്യേണ്ടത് ഈ നിഴലില്ലാത്ത ദിനം കണ്ടെത്തുന്നതിനും ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന നട്ടുച്ച ഏത് സമയത്താണെന്ന് കണ്ടെത്തുന്നതിനും നമ്മുടെ നിഴലിന്റെ നീളം അളക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച് പരീക്ഷണം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു പ്രദേശത്തെ നട്ടുച്ച, അതായത് പ്രാദേശിക ഉച്ച എന്ന് പറയുന്നത് ആ പ്രദേശത്ത് സൂര്യൻ കൃത്യമായി തലയ്ക്ക് മുകളിൽ വരുന്ന സമയമാണ്. അത് വർഷത്തിൽ 2 ദിവസം മാത്രമേ സംഭവിക്കുകയുള്ളൂ. സൂര്യന്റെ ഉത്തരായനത്തിൽ ഒരു ദിവസവും ദക്ഷിണായനത്തിൽ ഒരു ദിവസവും. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 21 ശേഷവും, മാർച്ച് 21 അറിയാമല്ലോ, നമ്മുടെ സമരാത്ര ദിനമാണ്. സൂര്യൻ ഭൂമധ്യരേഖയെ ക്രോസ് ചെയ്യുന്ന ഒരു ദിവസമാണ് മാർച്ച് 21. ആ മാർച്ച് 21 ശേഷവും രണ്ടാമത്തെ സമരാത്ര ദിനമായ സെപ്റ്റംബർ 23 മുൻപുമുള്ള 2 ദിവസങ്ങളിലാണ് നമുക്ക് സീറോ ഷാഡോ ഡേ അനുഭവപ്പെടുന്നത്. അത് ഏപ്രിൽ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമാണ്. ഇതെങ്ങനെ കണ്ടെത്താം? നമ്മുടെ ചുറ്റുപാട് ലഭ്യമായ ചില സാമഗ്രികളും ഉപകരണങ്ങളും ഉപയോഗിച്ച് നമുക്കത് എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ 2-3 ഉപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പരീക്ഷണം ചെയ്യുന്നത്. ആദ്യത്തെ ഉപകരണം, നിഴലിന്റെ നീളം അളക്കാം. ഈ പ്രതലത്തിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പെൻസിൽ ഉറപ്പിച്ചിട്ടുമുണ്ട്. ഈ ഉപകരണമാണ് നമുക്ക് ആദ്യം നിർമ്മിക്കേണ്ടത്. ഇതിനായി നമുക്ക് വേണ്ട സാമഗ്രികൾ നമുക്കൊന്ന് എടുക്കാം. 30 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു മൾട്ടിവുഡ് കഷ്ണമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിന് പകരമായി ഇതേ 30 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള തെർമോക്കോളിന്റെ പീസായാലും മതി. തെർമോക്കോളിന്റെ ഷീറ്റിൽ അതിന് കുറച്ചും കൂടി ഉറപ്പ് കിട്ടുന്നതിനായി ഒരു ചാർട്ട് പേപ്പറോ, വെള്ള നിറത്തിലുള്ള ചാർട്ട് പേപ്പറോ A4 ഷീറ്റോ ഒട്ടിച്ച് ഭംഗിയാക്കാം. അതിനുശേഷം 2 വശവും തുല്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 4 വശവും തുല്യമാണ്. 30 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ കണ്ട് അതിനെ ഒന്ന് കൂട്ടിമുട്ടിക്കാം. മധ്യബിന്ദുക്കൾ കണ്ടതിന് ശേഷം അവ വരച്ച് ചേർക്കുമ്പോൾ മധ്യബിന്ദു കിട്ടി. ഈ 4 ബിന്ദുക്കളിലും നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ബോർഡിന്റെ മധ്യഭാഗത്തായി ഒരു ഹോൾ ഇടണം. ആ ഹോൾ ഇടുന്നതിന് മുമ്പായി കോമ്പസും പെൻസിലും എടുത്ത് മധ്യഭാഗത്ത് നിന്ന് ഓരോ സെന്റിമീറ്റർ വിട്ട് ഓരോ വൃത്തങ്ങൾ വരയ്ക്കണം. ആദ്യത്തെ വൃത്തം 1 സെന്റിമീറ്റർ ആരത്തിലായിരിക്കും. രണ്ടാമത്തേത് 2 സെന്റിമീറ്റർ ആരത്തില്. മൂന്നാമത്തെ വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്തത് 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, ഇങ്ങനെ 14 വൃത്തങ്ങൾ നമുക്ക് ഈ ബോർഡിൽ വരയ്ക്കാൻ കഴിയും. അങ്ങനെ വരച്ചതിന് ശേഷം നടുവിൽ ഒരു പെൻസിൽ
നമ്മുടെ സാധാരണ പെൻസിൽ 20 സെന്റിമീറ്റർ നീളമുള്ള പെൻസിൽ ഈ ബോർഡിന്റെ നടുവിൽ കൃത്യമായി ഇറക്കി വെക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ പെൻസിൽ ലംബമായി നിൽക്കണം. ഒരു കാരണവശാലും ഇടത്തോട്ടോ വലത്തോട്ടോ മുൻപോട്ടോ പുറകോട്ടോ ചെരിയാൻ പാടില്ല. ചെരിയാതിരിക്കാൻ വേണ്ടി, ചെരിഞ്ഞില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ സെറ്റ് സ്ക്വയർ മട്ടം ഉപയോഗിച്ച് അതിന്റെ ചെരുവില്ല എന്ന് ഉറപ്പുവരുത്താം. ചെരുവില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എന്തെങ്കിലും പശയോ മറ്റോ ഉപയോഗിച്ച് പെൻസിലിനെ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെ ഉറപ്പിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉപകരണം തയ്യാറായി കഴിഞ്ഞു. ഈ ഉപകരണത്തിൽ 14 വൃത്തങ്ങൾ നമുക്ക് കാണാം. ഈ 14 വൃത്തങ്ങളും 4 ദിക്കുകൾ അടയാളപ്പെടുത്തിയതും കൃത്യമായിട്ടുണ്ട്. ഇനി ഈ ഉപകരണം ഉപയോഗിച്ച് നിഴലിനെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കോമ്പസ് ആവശ്യമാണ്. ഈ കോമ്പസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ലഭ്യമല്ല എങ്കിൽ ഇതേ കോമ്പസ് തന്നെ നമ്മുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. ആ കോമ്പസ് ആപ്ലിക്കേഷൻ എടുക്കുക. ആ ആപ്ലിക്കേഷൻ എടുത്ത് കോമ്പസിനെ നോർത്ത് സൗത്ത് നമ്മുടെ ബോർഡിന് കറക്റ്റ് ആക്കി വെക്കുന്നു. കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ പ്രദേശത്തിലെ എവിടെയാണോ നോർത്ത് അത് കറക്റ്റായി കോമ്പസ് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ബോർഡ് ഉറപ്പിക്കുന്ന സമയത്ത് ഈ പ്രദേശത്തിന്റെ നോർത്ത് ഇങ്ങോട്ടാണുള്ളത്. എൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തിന്റെ നോർത്ത് ഇങ്ങോട്ടായതുകൊണ്ട് അതിന്റെ നീഡിലും ഇങ്ങോട്ട് നിൽക്കുന്നു. ഇതേ രീതിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ സ്ഥിരമായി വെയിൽ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മളിത് ഉറപ്പിച്ചു വെക്കാൻ. ചെരുവില്ലാതെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിയാതെ ലെവലായി വയ്ക്കുക. അങ്ങനെ വെക്കുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് രാവിലെ കിഴക്ക് നിന്ന് സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ പടിഞ്ഞാറായിരിക്കും നിഴൽ ലഭിക്കുക. രാവിലെ 9 മണി മുതൽ നിങ്ങളുടെ നോട്ട്ബുക്കും പെൻസിലും എടുത്തുകൊണ്ട് ഉപകരണത്തിന്റെ അടുത്ത് ചെല്ലുക. ഉപകരണം വെയിലത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 9 മണിക്ക് നിഴലിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ് അളന്ന് നോട്ട്ബുക്കിൽ കുറിക്കുക. ഓരോ മണിക്കൂർ ഇടവിട്ടും കൃത്യമായി നിഴലിന്റെ നീളം അളന്ന് നോട്ട്ബുക്കിൽ കുറിക്കുക. ഉച്ചയാകുന്ന സമയത്ത് നിഴല് ഇല്ലാതെ വരും ഒരു ദിവസം. സാധാരണ നിഴൽ ഒരല്പം വടക്കോട്ടോ ഒരല്പം തെക്കോട്ടോ മാറി ചെറിയ നിഴലുണ്ടാകും. ആ വടക്കോട്ടും തെക്കോട്ടും മാറാതെ കൃത്യമായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ആ രേഖയിൽ കൂടി തന്നെ നിഴൽ ചെറുതായി ചെറുതായി വന്ന് ഉച്ച സമയത്ത്, നട്ടുച്ച സമയത്ത് നിഴൽ ഇല്ലാതായിത്തീരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് നമ്മുടെ പ്രാദേശിക ഉച്ച അല്ലെങ്കിൽ നിഴലില്ലാ ദിനം. ആ ദിവസം ഏതെന്നും ആ കൃത്യസമയം ഏതെന്നും കണ്ടെത്തണം. നമ്മൾ സാധാരണ വിചാരിക്കും 12 മണിയാണ് നട്ടുച്ച, ആ സമയത്ത് 12 മണിക്കാണ് നിഴൽ ഇല്ലാതെ വരും എന്ന് നമ്മുടെ ഒരു സാധാരണ ചിന്തയിൽ അങ്ങനെ വരാം. പക്ഷെ അത് ചെറിയൊരു മാറ്റം ഓരോ പ്രദേശത്തിനും അനുസരിച്ചുണ്ട്. അതുകൊണ്ട് അത് 12 മണിക്ക് മുൻപാണോ 12 മണിക്ക് ശേഷമാണോ അതോ 12 മണിക്ക് തന്നെയാണോ എന്ന് കൃത്യമായി സമയവും നിഴലും നോക്കിക്കൊണ്ട് രേഖപ്പെടുത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഉച്ച കഴിയുമ്പോൾ നിഴൽ കിഴക്കോട്ട് മാറും. അത് വൈകുന്നേരം 4 മണി വരെ നമ്മൾ നിരീക്ഷിക്കുക. അപ്പൊ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നിഴലിന്റെ നീളം നമുക്ക് അളന്നു നോക്കാം. ഇത് ഒരു തുടർ പ്രവർത്തനമായിട്ട് ഒറ്റ ദിവസം കൊണ്ടല്ല, തുടർച്ചയായിട്ട് വളരെയധികം ദിവസങ്ങൾ ചെയ്യുമ്പോഴാണ് ഏത് ദിവസമാണ് കൃത്യമായി നിഴലില്ലാ ദിനം വരുന്നത് നമുക്ക് കണ്ടെത്താം. അത് കൃത്യമായി രേഖപ്പെടുത്തണം. അതിന്റെ ഫോട്ടോസും വീഡിയോസും നിർമ്മിച്ച്
ശേഖരിച്ച് വെക്കുകയും വേണം. താങ്ക് യു.